ഇന്ന് നമ്മൾ ബാച്ചിലേഴ്സിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസപ്പുളിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിന് കൊട്ടാരക്കര പുളിയെന്നും വെറുംപുളിയെന്നും പിഴിഞ്ഞുപുളിയെന്നും പറയാറുണ്ട്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. വറ്റൽമുളക് 2 എണ്ണം, ചെറിയ ഉള്ളി 5 എണ്ണം, വെളുത്തുള്ളി 5 അല്ലി, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, കായം ഒരു ചെറിയ കഷ്ണം, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, ഉലുവ 1/4 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കടുക് 1/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, കറിവേപ്പില, മുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇവ ചതച്ചെടുക്കുക. പുളി പിഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വയ്ക്കുക. കടുക് വറുത്ത് അതിലേക്ക് കരിവേപ്പിലയും ഇട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളിട്ട് മൂപ്പിക്കുക. അതിനുശേഷം ഉലുവ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. ചേർത്തതിന് ശേഷം പിഴിഞ്ഞു വച്ചേക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് തിളപ്പിക്കുക. കായം ചെറിയ കഷ്ണം അതിനകത്ത് ഇടുക. ഇട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇതിൽ നമ്മൾ മല്ലിയില ചേർക്കത്തില്ല. ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അത് പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ഗുണവും രുചിയും മണവും എല്ലാം ഇതിനുണ്ട്. ഒരു ടിപ്പ് കൂടി സൂചിപ്പിക്കുന്നു. മീൻ കറി കഴിക്കുമ്പോൾ തൊണ്ടയിൽ മുള്ളു കൊള്ളുകയാണെങ്കിൽ അല്പം നെയ്യെടുത്ത് തൊണ്ടയിൽ പുറമേ പുരട്ടിയാൽ മതി. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി അല്പം നെയ്യ് കൂടി എടുത്ത് തൊണ്ടയിൽ പുറമേ പുരട്ടിയ ശേഷം ഉറങ്ങുക. രാവിലെ എല്ലാ വേദനയും വിഷമവും മുള്ളും എല്ലാം പോയിരിക്കും. അത്ഭുതകരമായിട്ട് മുള്ളു പോയിരിക്കും.